ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ വരെയാണ്. അതായത് ബേസിക്കലി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂളംസ് ലോ പഠിച്ചു, ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവേർജൻസ്, അവിടെയാണ് ഗോസസ് ലോ വരുന്നത്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ പഠിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടൻഷ്യലിലേക്ക് വന്നു. പൊട്ടൻഷ്യലിനകത്താണ് നമ്മൾ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ഓവർ എ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ സീറോ ആണെന്ന് കിട്ടി. ഓർ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റി. നമ്മൾ അതിനകത്തുനിന്ന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഇ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളത്, അതായത് നമ്മൾ ബേസിക്കലി പറഞ്ഞാൽ ഡൈവേർജൻസും കേളും ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു. അതിനകത്തുനിന്ന് ഇയെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ലേറ്റർ നമ്മൾ ചെയ്തത് വി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഈസ് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൈനസ് ഇ ഡോട്ട് ഡി എൽ ഫ്രം ഏത് പോയിൻ്റ് ആണോ, സം റെഫറൻസ് പോയിന്റ് ടു ആർ എന്നുള്ള രീതിയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഇതുപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്കറിയാം ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ ആണ്. ദെൻ ഓൾസോ നമുക്ക് ഈ ഇക്ക് പകരം എന്ത് ചെയ്യാം, സിമ്പിളാണ് ഈ സാധനം, പക്ഷേ ഇനി പഠിക്കാൻ പോകുന്ന കാര്യത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. നമുക്ക് നമ്മുടെ ഡിഗ്രി സിലബസിൽ നമുക്കില്ലെങ്കിലും ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ വി ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതെന്താവും, ഡെൽ ഡോട്ട് മൈനസ് ഡെൽ വി ഈസ് ഈക്വൽ ടു സം റോ ബൈ എപ്സിലോൺ സീറോ എന്ന് എനിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് രണ്ട് കാര്യങ്ങൾ. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ എന്നറിയാം, ഇ ഈസ് ഈക്വൽ ടു ഓൾസോ മൈനസ് ഡെൽ വി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡെൽ ഡോട്ട് മൈനസ് ഡെൽ വി എന്നുള്ളതിനെ നമുക്ക് എന്തെഴുതാം, ഡെൽ ഡോട്ട് ഡെൽ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതാം. ഓർ ഈ ഡെൽ ഡോട്ട് ഡെൽ വിയെ നമുക്ക് എന്തെഴുതാം, ഡെൽ സ്ക്വയർ എന്നെഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഡെൽ ഡോട്ട് ഡെൽ എന്ന് പറയുന്നതിനെ നമ്മളൊരു പുതിയ ഓപ്പറേറ്ററായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡെൽ സ്ക്വയർ. ഐ തിങ്ക് യു റിമെമ്പർ ദാറ്റ്. അതിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്, ലാപ്ലേഷ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ വിളിച്ചത്. ഓക്കെ, ഈ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എഴുതുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാർട്ടീഷ്യനകത്ത് എങ്ങനെയാണ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയായിരുന്നു എഴുതുന്നത്. ഇൻ ടു വി എന്നുള്ളതാണ്. ഇതാണ് എന്ത്, ഈ മൊത്തം ടൈമിനെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഡെൽ സ്ക്വയർ എന്ന് വിളിച്ചത്. ഇറ്റ് ഈസ് കോൾഡ് ലാപ്ലേഷ്യൻ. ഓക്കെ, ഫൈൻ. അപ്പം ഇനി നമുക്ക് അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സിംപ്ലി എന്താവും, ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ സീറോ എന്നാവും. ദിസ് ഈസ് കോൾഡ് Poisson's equation. Okay, this is called the Poisson's equation. അപ്പം ഒരു ചാർജ് ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത് ഡെൽ സ്ക്വയർ വി എന്ന് പറയുന്നത് മൈനസ് റോ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ തന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്, അതായത് വിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ദ റോ അല്ലേ. അപ്പോൾ റോ എന്താണ്, റോ ഈസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ സീറോ ഡെൽ സ്ക്വയർ വി എന്ന് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ആക്ച്വലി നിങ്ങൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാലും ഓക്കെ, നിങ്ങൾക്കറിയാം വി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇ എങ്ങനെ കണ്ടുപിടിക്കും, ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഓക്കെ, ഡെൽ വി. ദെൻ ഇ അറിയാമെന്ന്, അപ്പോൾ ഇ കിട്ടി. ഇ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റോ കണ്ടുപിടിക്കുക, നമുക്കറിയാം ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ നമ്മൾ റോ എങ്ങനെ എടുക്കും, റോ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഡെൽ ഡോട്ട് ഇ, ദാറ്റ് ഈസ് മൈനസ് ഡെൽ വി. അത് ആക്ച്വലി തിരിച്ച് ചെയ്യാനാണ്. അപ്പോൾ രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിങ്ങനെ വിളിക്കാം. പക്ഷേ ഇതിൻ്റെ അടുത്ത ഒരു സാധനം വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ളതാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ചാർജ് ഡെൻസിറ്റി ഉള്ള റീജിയണിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റോ ബൈ എപ്സിലോൺ സീറോ. പക്ഷേ ഒരു ചാർജ് ഡെൻസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എന്താണ്, ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ, ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ നമുക്ക് എന്തെഴുതാം, ദാറ്റ് ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു, ചാർജ് ഫ്രീ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ചാർജ് ഡെൻസിറ്റി, ഈസ് ഈക്വൽ ടു സീറോ എന്നെനിക്ക് എഴുതാം. ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഒന്നുമില്ല, റോ എന്തായി, സീറോ ആയി. റോ സീറോ ആവുന്ന സമയത്ത് ഇക്വേഷൻ്റെ ഫോം എന്താവും, ആർ എച്ച് ഇസ് ഈക്വൽ ടു സീറോ എന്നാവും. അപ്പോൾ ആർ എച്ച് സീറോ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഇക്വേഷനെ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ലാപ്ലേസസ് ഇക്വേഷൻ.
പക്ഷേ ഇതൊരുപാട് ആപ്ലിക്കേഷനുള്ള സാധനമാണ്. നമ്മുടെ ഡിഗ്രി ലെവലിൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും ഈ ലാപ്ലേസ് ഇക്വേഷൻ ഒരു സ്ഥലത്തെ എടുത്തിട്ട് ഇക്വേറ്റ് ടു 0 കൊടുത്തതിന് ശേഷം പലപ്പോഴും സിമെട്രി ഉള്ള പല സ്ഥലങ്ങളിലും del square v is equal to 0 എന്ന് എടുത്തിട്ട് നമ്മൾ v കാൽക്കുലേറ്റ് ചെയ്തെടുക്കാറുണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയും കുറച്ചുകൂടി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാവുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പക്ഷേ അതായത് ഒരു ഗ്രിഫിത്തിൻ്റെ 3rd ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യൂഷ്വൽ നമ്മുടെ ഡിഗ്രിയിൽ വരാറില്ല, പക്ഷേ ഏതോ എൻട്രൻസിൻ്റെ സിലബസിലൊക്കെ ഉണ്ടെന്ന് തോന്നും. ജാമിൻ്റെ അല്ല, വേറെ ഹൈദരാബാദോ അങ്ങനെ ഏതോ ഒരെണ്ണത്തിന് ഉണ്ടെന്ന് ഈ അടുത്തൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ വരെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഇതായിരുന്നില്ല, v is equal to മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്നായിരുന്നു. ഓക്കെ, ഇതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ചില ഫീൽഡുകളിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഒരു സ്ഫിയർ ഉണ്ടായിരുന്നു, ആ സ്ഫിയറിന് സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്തെ പൊട്ടൻഷ്യൽ വി എന്താണ്, ഇതിൻ്റെ പുറത്തെ പൊട്ടൻഷ്യൽ വി എന്താണെന്നൊക്കെയുള്ള കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ എന്താണ് വേറൊരെണ്ണം ചെയ്തത്, ഇവിടെ ഇങ്ങനെ അകത്തും കൂടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഉള്ള സ്ഫിയറിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് സർഫസ് ഒക്കെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ആ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത എക്സ്പ്രഷൻ എന്താണ്, v ഈസ് ഈക്വൽ ടു മൈനസ് ഓക്കെ മേളിലുണ്ട് ഇ ഡോട്ട് ഡി എൽ എന്നുള്ള എക്സ്പ്രഷനാണ്. പക്ഷേ ഈ എക്സ്പ്രഷൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് v കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നമുക്കറിയാം ആക്ച്വൽ ഉദ്ദേശം എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് കേസിൽ v അല്ല. v നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുടങ്ങിയപ്പോഴേ പറഞ്ഞു. അതെന്താണ്, ഫിസിക്കലി മീനിങ്ലെസ് ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഫിസിക്കലി മീനിങ്ലെസ് ക്വാണ്ടിറ്റി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അത് ഈ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ആക്ച്വൽ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആണ്. ഓക്കെ, ഈ എന്താണെന്നാണ് അറിയേണ്ടത്. ഈ അറിയാൻ വേണ്ടി അറിയാവുന്ന ഈ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്തൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ആവശ്യമുള്ള ഈ കണ്ടുപിടിക്കാൻ വി എ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അതായത് അതിൻ്റെ ഉപയോഗം എന്താണ്, നമുക്ക് ഇഫ് വി ക്യാൻ ഫൈൻഡ് വി ഡയറക്റ്റ്ലി വിത്തൗട്ട് യൂസിങ് ഇ, അതായത് ഇ ഉപയോഗിക്കാതെ തന്നെ വി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് അങ്ങനെ ഒരു മാർഗം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൈനസ് ഡെൽ വി എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വി ക്യാൻ കാൽക്കുലേറ്റ് ഇ. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നതും അതുതന്നെയാണ്. വി എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്കെയിലാർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്കെയിലാർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിന് പകരം അവിടുത്തെ പൊട്ടൻഷ്യൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശം നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടി ഈസിയാണ്. കാരണം വെക്റ്റർ വി എന്ന് പറയുന്നത് എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ കമ്പോണൻസിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ജസ്റ്റ് ഗ്രേഡിയൻ്റ് എടുക്കുക, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എടുക്കുക. അതെന്ത് തരും, വി ഇറ്റ് വിൽ ഗിവ് അസ് ദ ഇ. അപ്പോൾ ഇതാണ് ആക്ച്വലി വിയുടെ പർപ്പസ്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയോ ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇൻ ആൻ ആക്ച്വൽ പർപ്പസ് ഇതല്ല അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ആക്ച്വലി ഉദ്ദേശം എന്താണ്, വി തന്നിട്ട് അതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം, ഇ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ പർപ്പസ് ഓഫ് that is the actual purpose of potential formulation. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളത് ആദ്യം ചെയ്യുന്നത് ഫോർ എ പോയിൻ്റ് ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഫോർ എ പോയിൻ്റ് ചാർജ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, യൂസിങ് ഇ ഡോട്ട് ഡി എൽ തന്നെയാണ്. ഓക്കെ, പോയിൻ്റ് ചാർജ്. ഓക്കെ, ഫോർ എ പോയിൻ്റ് ചാർജ് നമുക്ക് എന്തറിയാം, ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പോയിൻ്റ് ചാർജിനെ കൊണ്ടുവന്ന് എവിടെ വയ്ക്കും, ഒരു സിമ്പിൾ കേസിന് വേണ്ടിയിട്ട് ഒറിജിനൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, സേ ക്യൂ ഈസ് അറ്റ് ഒറിജിൻ, ക്യൂ ഈസ് അറ്റ് ഒറിജിൻ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനിൽ നിന്ന് സേ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ലെറ്റ് ദ പോയിൻ്റ് ബി പി. നമ്മളതിനെ ഫീൽഡ് പോയിൻ്റ് എന്ന, ഇത് സോഴ്സാണ്, ഇത് ഫീൽഡാണ്. അപ്പോൾ സോഴ്സ് ടു ഫീൽഡ് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേര്, അല്ലെ ആ വെക്ടറിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു, വി നോ ദാറ്റ് ഈസ് കോൾഡ് ആർ, അല്ലേ, ദാറ്റ് ഈസ് ആർ വെക്ടർ.
ഇനി നമുക്ക് എന്തറിയാം, വി ഹാവ് ടു കാൽക്കുലേറ്റ് എന്ത് ഇ ഡോട്ട് ഡി എൽ. അതിന് എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഈ പോയിന്റിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മൈനസ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ കൊടുക്കാം. ഈ പോയിന്റിലെ പി എന്ന് പറയുന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇക്ക് പകരം 1/4πε0 q ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഇനി എന്തുണ്ട്, ഡോട്ട് ഡി എൽ. ഡോട്ട് ഡി എൽ, ഡി എൽ എന്താണ്, ഡി എൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പോൾ എന്താണ്, ആർ എന്ന് പറയുന്ന റേഡിയൽ വെക്ടറായിട്ടല്ല എടുത്തത്. അതായത് ഇത് ഒറിജിനൽ വെച്ചു, ആറിനെ നമ്മൾ വിളിച്ചത് XIYJ എന്നല്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ വിചാരിക്കാം, ആർ എന്ന് പറയുന്ന ഒരു സ്പെറിക്കൽ കോർഡിനേറ്റിൻ്റെ ആറായിട്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ ലൈൻ എലമെൻ്റ് എങ്ങനെ എഴുതാം, ദാറ്റ് ലൈൻ എലമെൻറ്റ് ഡി എൽ ഈസ് ഈക്വൽ ടു, ഇത് കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഡി എൽ ഈസ് ഈക്വൽ ടു എന്താണ്, ആർ ഫസ്റ്റ് ഡി ആർ ഇൻറ്റു, ഓക്കെ ഇവിടെ ആർ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ ഇടുന്നു, ഡി ആർ ഇൻറ്റു ആർ ക്യാപ്പ് പ്ലസ് ആർ ഡി തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ്പ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ലൈൻ എലമെൻറ്റ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡി എൽ. അപ്പോൾ ഇൻറ്റു ദാറ്റ് ഡി എൽ വരുമ്പോൾ, ഓക്കെ ഇൻറ്റു ദാറ്റ് ഡി എൽ വരുമ്പം ആര് മാത്രം എക്സിസ്റ്റ് ചെയ്യും, ഈ ആർ ക്യാപ്പും ഈ ആർ ക്യാപ്പും കൂടെ ഡോട്ട് ചെയ്ത് 1 ആവും. ബാക്കി ആർ ക്യാപ്പ് ഡോട്ട് തീറ്റ ക്യാപ്പ് 0 ആണ്, ആർ ക്യാപ്പ് ഡോട്ട് ഫൈ ക്യാപ്പ് 0 ആണ്. അപ്പോൾ ഇതെന്താവും ആൻസർ, മൈനസ് ഇൻ്റഗ്രൽ 1/4πε0 q ബൈ ആർ സ്ക്വയർ ഡി ആർ. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, ഓക്കെ നമുക്കൊരു റെഫറൻസ് പോയിന്റ് വേണം. ആ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ആർബിട്രറി ഒറിജിൻ ഒ എന്ന് പറഞ്ഞെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഒ എന്ന് പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ് എടുക്കാറുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ ആം ടേക്കിംഗ് ദ റെഫറൻസ് പോയിന്റ് ആസ് ഇൻഫിനിറ്റി ആൻഡ് ടു വിച്ച് പോയിന്റ്, ഏത് പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, യെസ് ഈ പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെ നിന്ന് എവിടെ വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇൻഫിനിറ്റി ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്തതാണ് നേരത്തെ, അതേപോലുള്ള സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പോയിന്റ് ചാർജിന് നമ്മൾ സ്പെസിഫിക്കലി ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും, മൈനസ് 1/4πε0, ഇതെന്താണ് 1/r സ്ക്വയർ. അപ്പം എന്ത് വരും, r⁻², ദാറ്റ് ഇസ് -1/r അല്ലേ, -1/r ഇൻറ്റു ക്യൂ ഉണ്ട് ഫ്രം, ഓക്കെ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫ്രം ഇൻഫിനിറ്റി ടു ആർ ആണ്. സോ ഈ മൈനസും കൂടെ ചേർത്ത് 1/4πε0 ആർ കൊടുക്കുന്ന സമയത്ത് ദിസ് ഈസ് 1/r, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആവും. സോ വി ഈസ് ഈക്വൽ ടു, വി ഗെറ്റ് ആൻ എക്സ്പ്രഷൻ, സോറി ഇവിടെ ക്യൂ ഉണ്ട്, ഓക്കെ ആ ക്യൂവും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു 1/4πε0 q/r. നമ്മളിത് പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ തന്നെയാണ്. നമ്മളിതിനെ കുറച്ച് വേറെ രീതിയിലായിരിക്കും +2 പഠിച്ചത്. നമുക്കത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വിയുടെ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഫോർ എ പോയിന്റ് ചാർജ്, ഫോർ എ സിംഗിൾ ചാർജ് വി പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് q, പ്ലേസ്ഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് and which is at a distance r, consider a field point p which is at a distance r from the q, from the charge q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ എന്തില്ല, ദർ ഈസ് നോ ആർ ക്യാപ്പ് ഹിയർ, അല്ലെങ്കിൽ അവിടെ ഒരു വെക്ടർ സൈനേ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡ് എഴുതുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താ, 1/4πε0 q ബൈ സം ആർ സ്ക്വയർ. ഇവിടം വരെ ഓക്കെയാണ്, ബട്ട് ദർ ഈസ് ആൻ ആർ ക്യാപ്പ്. നമ്മൾ +2 പഠിക്കുന്ന പ്രോബ്ലംസിൽ ചിലയിടത്ത് ഇതൊന്നും പ്രശ്നം വരില്ലായിരിക്കും. സിംഗിൾ ചാർജ് ഒക്കെ ആണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ല. പക്ഷേ മൾട്ടിപ്പിൾ ചാർജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് ഈസിലി ആഡ് വെക്ടേഴ്സ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു 1/4πε0 q/r. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു തോന്നുന്നു. അതായത് ഈ ക്യൂ എന്താണ്, ഇപ്പം ഇഫ് ക്യൂ ഈസ് പോസിറ്റീവ്, പൊട്ടൻഷ്യൽ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇഫ് ക്യൂ ഈസ് നെഗറ്റീവ്, പൊട്ടൻഷ്യൽ എന്തായിരിക്കും, വി ഈസ് ഓൾസോ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പോസിറ്റീവ് ചാർജിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷനകത്ത് ഒരാവശ്യമില്ലാതെ ഒരു നെഗറ്റീവ് സൈൻ കൊണ്ടിട്ടിരിക്കുന്നത്. ഓക്കെ,
ആവശ്യമില്ലാതെയല്ല, ഈ ഒരു എന്താ അതൊരു കൺവെൻഷന് വേണ്ടിയിട്ട് മാത്രമാണ്, പോസിറ്റീവിന് പോസിറ്റീവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കൺവെൻഷന് വേണ്ടിയിട്ട് ചെയ്തൊരു സാധനമാണ് ഈ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ നെഗറ്റീവ് വന്നത്. ആ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു നെഗറ്റീവ് വരും, ഇവിടെ ഒരു നെഗറ്റീവ് വരും, രണ്ടുകൂടെ ക്യാൻസൽ ചെയ്തത് അതുകൊണ്ടാണ്. ഇവിടെ നെഗറ്റീവ് ഇല്ലെങ്കിൽ ഇതിന് ആൻസർ നെഗറ്റീവ് ആയി പോയിനെ. സോ ക്യൂവിൻ്റെ ചാർജ് ക്യൂവിൻ്റെ ഫീൽഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന നെഗറ്റീവ് സൈനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വി പറഞ്ഞത്. നമ്മൾ വിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് ദ പൊട്ടൻഷ്യൽ? വി എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഒബെയ്സ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്ക് ഒന്നിലധികം ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക, Q1 Q2 Q3 എക്സെട്ര. ഓരോന്നിനും പൊസിഷൻ വെക്ടർ ഒക്കെ ഉണ്ട്, ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. ദെൻ ദിസ് ഈസ് R1, ദിസ് ഈസ് R2, ദിസ് ഈസ് R3 എന്ന് വിചാരിക്കുക. ഈ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? E ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. നമുക്ക് ഒന്നിലധികം ചാർജസ് Q1 Q2 Q3 ഉണ്ട്. അപ്പം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് E1 പ്ലസ് E2 പ്ലസ് E3 ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി എന്താണ്? E1 എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, E2ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, E3 ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ 3 ഡിഫറൻറ്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സിനെ ആഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് സാധനമാണ്. പക്ഷേ നമ്മൾ പൊട്ടൻഷ്യലിലേക്ക് വരുമ്പോൾ ഒരു സിംഗിൾ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലിനെ എനിക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? V ഈസ് ഈക്വൽ ടു 1/4πε0 Q/R ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ V എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? അതേപോലെ ഇലക്ട്രിക് ഫീൽഡിനെ പോലെ തന്നെ ആരെ ഒബേ ചെയ്യും? ഇറ്റ് ഒബേയ്സ് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ V എന്താണ്? ഒരു 3 ചാർജ് ഉണ്ടെങ്കിൽ V1 പ്ലസ് V2 പ്ലസ് V3. ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ദെയർ ഈസ് നോ വെക്ടർ സൈൻ. സോ സ്കെയിലാറാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് 3 ആഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ സൈനിനെ കുറിച്ചോ ഡയറക്ഷനെ കുറിച്ചോ നമുക്ക് മറ്റിടത്ത് നിങ്ങൾ കണ്ടു കാണും. നമ്മൾ R-R ഒക്കെ എടുത്ത് R1 R2 ഒക്കെ എടുത്ത് കുറച്ച് പാടായിരുന്നു. ഇസഡും എക്സും ഒക്കെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി? V1 പ്ലസ് V2 പ്ലസ് V3. സോ സിമ്പിൾ. അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാം എങ്ങനെ വരും. V1 എന്ന് പറഞ്ഞാൽ 1/4πε0, ഞാൻ ജസ്റ്റ് ഇനി കോമൺ എടുത്തു. ദെൻ Q1/R1 പ്ലസ് Q2/R2 പ്ലസ് Q3/R3. താഴെ എഴുതിയിരിക്കുന്ന R1 R2 R3 എന്ന് പറയുന്ന എല്ലാം എന്താണ്? ദേ ആർ സിംപ്ലി എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഓർ സിംപ്ലി ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്, നോട്ട് എ വെക്ടർ. ഓക്കെ, Q1നും ഫീൽഡ് പോയിന്റ് P ആണെങ്കിൽ അതിനും ഇടയ്ക്കുള്ള ഇതാണ്. അപ്പോൾ സോ VP ഈസ് ഈക്വൽ ടു ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓർ VP യൂസിങ് എ സമ്മേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് VP ഈസ് ഈക്വൽ ടു 1/4πε0 summation over I is equal to 1 to n if there are n charges Qi/Ri എന്ന് എനിക്ക് എഴുതാം. ദിസ് ഈസ് അനദർ എക്സ്പ്രഷൻ. ഓക്കെ, നമ്മൾ ഈ എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയിട്ട് അതിനകത്തുനിന്ന് V ഉണ്ടാക്കിയെടുത്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതായത് ഒരു യൂസ്ഫുൾ ക്വാണ്ടിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മീനിങ് ക്വാണ്ടിറ്റിയിൽ നിന്ന് മീനിങ്ലെസ് ക്വാണ്ടിറ്റിയിലേക്ക് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയിൽ നിന്ന് വെക്ടർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണ്. നമുക്ക് ഇതാണ് യൂസ്ഫുൾ സാധനം. ഓക്കെ, ഇതെന്താണ്? ഇത് ആക്ച്വലി യൂസ്ലെസ് ആണ്, വെറുതെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ V കാൽക്കുലേറ്റ് ചെയ്യാം ഇഫ് യു ആർ ഗിവൺ വിത്ത് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ്. ചാർജും ഡിസ്റ്റൻസും അറിയാമെങ്കിൽ എങ്ങനെ V കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ മീനിങ് എന്താണ്? ഡിസ്ക്രീറ്റ് ചാർജസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എത്ര എണ്ണം ഉണ്ടോ അത് ഓരോന്നും എടുക്കുക, അതിൽ നിന്നെല്ലാം ഉള്ള ഡിസ്റ്റൻസുകൾ R1 R2 R3 എക്സെട്ര ഇതെടുത്ത് സമ്മേഷൻ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് വന്ന സാധനത്തിനെ നമുക്ക് കണ്ടിന്യൂസിലേക്ക് എങ്ങനെ മാറ്റാം? ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് നിങ്ങൾക്കൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഓഫ് ചാർജ് ഡെൻസിറ്റി റോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് P ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. മേലെഴുതിയിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡിസ്ക്രീറ്റ് ചാർജസ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയില്ല, ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും.
സോ ഈ പോയിന്റിലെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു വി കാൽക്കുലേറ്റ് ചെയ്യും. ആ വി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ചെറിയൊരു വോളിയം എടുക്കുന്നു. ഓക്കെ, ദാറ്റ് വോളിയം ഓഫ് ഡി ടോ. ഓക്കെ, അപ്പോൾ അവിടെ എത്ര ആ ഡി ടോയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊരു വെക്ടർ വരയ്ക്കുന്നു. ലെറ്റ് ഇറ്റ് ബി സം ആർ ഡാഷ്. ഓക്കെ, അപ്പം ഇതാണെന്ത്, ഇതിൻ്റെ സോഴ്സ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്ടറൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിവിടെ വെക്ടറിനെ ഒന്നും നമ്മൾ ഡീൽ ചെയ്യില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാത്രം അറിഞ്ഞാൽ മതി. സോ ദാറ്റ് ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി ആർ ഡാഷ്. അപ്പോൾ ആർ ഡാഷ് പിയിൽ നിന്ന് ആർ ഡാഷ് ഡിസ്റ്റൻസിലിരിക്കുന്ന നമ്മുടെ ഡി ടോ എന്ന് പറയുന്ന ഒരു വോളിയം എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര ചാർജ് ഉണ്ടാവും, there will be a charge dq. So dq is equal to some rho d tau. Simple, rho d tau എഴുതാം. അപ്പോൾ ഈ ഡി ക്യൂവിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, സോ ദ വി ഓർ ദ വി ഓൺലി ഡ്യൂ ടു ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ ഇത് മാത്രം കാരണമുള്ള വി എന്ന് പറയുന്നത്, ലെറ്റ് മീ പുട്ട് ഇറ്റ് ആസ് സം വി ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0. അതൊരു ഡിസ്ക്രീറ്റ് ചാർജ് ആണല്ലോ. ദാറ്റ് ഈസ് റോ ഡി ടോ by what is that distance, r dash. Okay, or simply കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോ ഡി ടോ എഴുതണ്ട, എന്തെഴുതിയാൽ മതി, നമ്മൾ ഡി ക്യൂ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പക്ഷേ ഒരു വോളിയം ചാർജ് ആണെങ്കിൽ ഡി ക്യൂവിന് പകരം എനിക്ക് എന്ത് എഴുതാം, റോ ഡി ടോ എന്ന് എഴുതാം. സർഫസ് ചാർജ് ആണെങ്കിൽ സിഗ്മ ഡി എന്ന് എഴുതും. ലൈൻ ചാർജ് ആണെങ്കിൽ ലാംഡ ഡി എൽ എന്ന് എഴുതും. അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ഇതെല്ലാം പറഞ്ഞതാണ്. അപ്പം ഇവിടെ നമ്മൾ വോളിയം എടുത്തതുകൊണ്ട് മാത്രം ഞാൻ റോ ഡി ടോ എന്ന് എഴുതി പോകുന്നുള്ളൂ. ഓക്കെ, റോ ഡി ടോ. അപ്പോൾ അതാണ് എന്ത് ആദ്യത്തെ. അപ്പം ഈ റോയുടെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, റോ ഇരിക്കുന്നത് ഏത് പൊസിഷനിലെ, ആർ ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലെ റോ എടുക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കാരണം ഇൻ ജനറൽ റോ എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. ഇവിടുത്തെ റോ ആയിരിക്കണം എന്നില്ല ഇവിടെ വരുമ്പോൾ. പക്ഷെ നമുക്ക് ഡീൽ ചെയ്യുമ്പം യൂഷ്വലി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്പെസിഫിക്കായിട്ട് ചിലപ്പോൾ എഴുതാറില്ല. എനിവേ, ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള വി എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. സോ ടോട്ടൽ എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഡീറ്റോസ് എല്ലാം എടുക്കുക. ദാറ്റ് മീൻസ് 1/4πε0 ഇൻ്റഗ്രൽ റോ ഓഫ് ആർ ഡാഷ് ഡി ടോ ബൈ ആർ ഡാഷ്. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ആർ ഡാഷ് ഇത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് മാറ്റിയെടുക്കുന്നു എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടെ സിമ്പിൾ ഫോമിൽ എഴുതിയാൽ വി ഈസ് ഈക്വൽ ടു 1/4πε0 റോ ആർ ഡി ടോ ബൈ ആർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണെന്ന് ഓർമ്മ വേണം. ദെൻ ഇൻ്റഗ്രൽ. സോ ദിസ് ഈസ് ഇറ്റ്. ഇപ്പോൾ ഉള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് ഏതൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നാലും, സപ്പോസ് ദെയർ ഈസ് എ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട്. അതായത് നമ്മളിത് ഈ വിയുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് ഓക്കെ, സിമ്പിൾ ഇ ഡോട്ട് ഡി എൽ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തെടുത്തത്. പക്ഷേ അതിൻ്റെ റെഫറൻസ് പോയിന്റ് എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതായത് ഇൻഫിനിറ്റി ആണ് റെഫറൻസ് പോയിന്റ് എന്നെടുത്തിട്ടാണ് ഈ എക്സ്പ്രഷൻ ഞാൻ ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന ഇൻ്റഗ്രലിൻ്റെയും ആക്ച്വലി റെഫറൻസ് എന്താണ്. ഓക്കെ, ഇത് ഇൻഫിനിറ്റി മുതൽ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്, സിമ്പിൾ ഇതിനകത്തുനിന്നാണ് അല്ലേ. അതായത് നമ്മൾ ഡിസ്ക്രീറ്റ് ചാർജിന് കണ്ടുപിടിച്ചതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ജനറലൈസ് ചെയ്ത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്കായി. അപ്പോൾ ഈ കാണുന്ന പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വി പി, അപ്പോൾ എവിടെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്താലും പൊട്ടൻഷ്യലിന് എപ്പോഴും എന്ത് വേണം, ഒരു റെഫറൻസ് പോയിന്റ് വേണം. ഓക്കെ, ആ റെഫറൻസ് പോയിന്റ് ഇറ്റ് ക്യാൻ ബി എനി പോയിന്റ്, ഏത് പോയിന്റ് ആയാലും പ്രശ്നമില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസേ വരത്തുള്ളൂ. ആ കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇവിടെ നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്തത്, ഇൻഫിനിറ്റി ആണ് വൺ ഓഫ് ദ റെഫറൻസ് പോയിന്റ്. ഒരു റെഫറൻസ് പോയിന്റ്, ഒന്ന് ഇൻഫിനിറ്റിയും മറ്റേത് നമ്മുടെ ഫീൽഡ് പോയിന്റുമാണ്. അപ്പം ഇൻഫിനിറ്റി ആയിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു നോഷൻ മനസ്സിലുണ്ടാവണം. എന്ന് വെച്ചാൽ ഈ വി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് കാരണം ഈ പോയിന്റിലെ വി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഇൻഫിനിറ്റി മുതൽ ഇവിടം വരെയുള്ള, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്നാൽ പിന്നെ ഇവിടെ ഇൻഫിനിറ്റി ടു ആർ എന്ന് വേണ്ട, ഇതെവിടുന്ന് വന്നതാണ്, ഈ ഇൻ്റഗ്രൽ എവിടുന്ന് വന്നതാണ്. ഈ ഇൻ്റഗ്രൽ ഒരിക്കലും പൊട്ടൻഷ്യലിൻ്റെ ഇൻ്റഗ്രൽ അല്ല, ചാർജുകളെ സം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രലാണ്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇത് ആക്ച്വലി എന്താണ്, ഈ ഇൻ്റഗ്രലിൻ്റെ മീനിങ്
1/4πε0 ഇനി പുറത്തെടുത്തേ ഉള്ളൂ. ആക്ച്വലി 1/4πε0 അകത്ത് തന്നെ വരുന്നത് ഫസ്റ്റ് കേസിൽ റോ ഓഫ് ആർ ഡാഷ് ഡി ടോ ബൈ ആർ ഡാഷ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, കാരണം ഇതാണ് ഓരോ ചെറിയ ചെറിയ ഡി വിസ്. ഈ ഡി വിസിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡി വി ഇറ്റ്സെൽഫ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് എന്ത് വന്നു കഴിഞ്ഞു, റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞു. പിന്നെ ഇനി ഇവിടെ ഇൻഫിനിറ്റി എടുക്കണ്ട. ഈ ഇൻഫിനിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്, ഈ ഇൻ്റഗ്രൽ എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ടോട്ടൽ ഈ ഡി വിസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രലാണ്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്ന് എവിടെ വരെ വരുമോ, ഇവിടുത്തെ ഓരോ ചാർജ് ഡിസ്ട്രിബ്യൂഷനും എവിടെ നിന്ന് എവിടെ വരെ വരുമോ അതിൻ്റെ ലിമിറ്റ്, ആ ഷേപ്പിൻ്റെ ലിമിറ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം അത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഉള്ളൊരു പ്രത്യേകത, നമുക്ക് ഈ പ്രോബ്ലം എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ 1-2 കേസിൽ പറ്റില്ല. എവിടെയാണെന്ന് വെച്ചാൽ ഈ ഇൻ്റഗ്രൽ എന്ത് ചെയ്യണം, ഈ ഇൻ്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഇത്ര എവിടെ നിൽക്കട്ടെ, ഈ എക്സ്പ്രഷൻ വരെ നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു സപ്പോസ് ഒരു ലൈൻ ചാർജ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് -L2 + L. വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് എ പോയിന്റ് Z above the മിഡ് പോയിന്റ്. നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയായിരുന്നു, ഇവിടെ ഒരു എലമെൻ്റ് എടുത്തു dx വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x, എന്നിട്ട് നമ്മൾ ഇതിനെയൊക്കെ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെക്റ്റർ, ഇങ്ങോട്ടൊരു വെക്റ്റർ, ഇതെല്ലാം വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്താണ് ചെയ്തത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിൻ്റെ ഒന്നും വെക്റ്റർ വാല്യൂ ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇത് കാരണമുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. dx കാരണമുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. ഇത് ലാംഡയാണ് ഇതിൻ്റെ യൂണിഫോം ചാർജ് ഡെൻസിറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1/4πε0 ലാംഡ dx ബൈ ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ r എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ r എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു √(x² + z² ആണ്. സിമ്പിൾ, നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, x² + z² എന്ന് പറയുന്നതാണ്. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി, യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം -L to +L. സോ ദിസ് ഈസ് മൈ v. കഴിഞ്ഞു, ഐ ഗോട്ട് ദ വി വെരി സിംപിളി. നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോയില്ല, ഇവിടെ യൂണിറ്റ് വെക്റ്റർ, ഇവിടെ ഒരു ആർ ക്യാപ്പൊക്കെ നമ്മളിടുന്ന ഓർമ്മയുണ്ടാവും നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ. ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, അതും പല കേസിൽ അത് വളരെ പാടായിരിക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി കിട്ടും. അപ്പോൾ ഇതെവിടെയാണ്, ഒരു ഫൈനൈറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ഈ വി എന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് കൺവേർജ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പൊട്ടൻഷ്യലിൻ്റെ റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ, ഇഫ് ദിസ് ലൈൻ വാസ് ലൈക്ക് ദിസ്, നമ്മൾ ഗോസസ് ലോയിലൊരു ലൈൻ എടുത്തായിരുന്നു, ഓർമ്മ ഉണ്ടാവും, ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടർ. അങ്ങനെ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടറിൻ്റെ കേസിൽ ഞാൻ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, അതായത് -∞ മുതൽ ഇതിൻ്റെ ലെങ്ത് മൊത്തം വരണമല്ലോ. ഓക്കെ, ഇപ്പം ലെങ്ത് കിടക്കുന്നത് -L to +L ആണ്. സോ ഐ ഇൻ്റഗ്രേറ്റഡ് ഫ്രം -L to +L. ഇഫ് ഇറ്റ് ഈസ് ഫോർ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടർ, ഈ ഇൻ്റഗ്രൽ എങ്ങനെ മാറും, v is equal to 1/4πε0. ഇത് മൊത്തം വരണമെങ്കിൽ -∞ to +∞ ലാംഡ dx ബൈ √(x² + z² എന്ന് വരും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഇത് -∞ to ∞ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇൻ്റഗ്രൽ വിൽ നോട്ട് കൺവേർജ്, ഇറ്റ് വിൽ ഡൈവേർജ്. നിങ്ങൾക്കൊരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് ഇത് എത്തില്ല. അതുകൊണ്ട് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അവിടെ മാത്രം ഇതിനെന്താ ആപ്ലിക്കേഷൻ ഇല്ലാത്തൊരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇൻ റിയൽ വേൾഡ് ദർ ഈസ് നോ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടേഴ്സ്. ഓക്കെ, നമുക്ക് അത് ആ ഗോസസിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്ന 1-2 അസംഷൻസ് മാത്രമാണ്, അല്ലാതെ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു കണ്ടക്ടർ ആക്ച്വലി ഇല്ല. അപ്പോൾ നമ്മുടെ റിയൽ കേസുകളിൽ റിയൽ കേസസിൽ എല്ലായിടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇത് മാത്രമേ ഉള്ളൂ ഡൈവേർജ് ചെയ്ത് പോകുന്നത്. റിയൽ കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, v is equal to 1/4πε0 ഇൻ്റഗ്രൽ റോ ഡി ടോ ബൈ ആർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫോർ എ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ദിസ് ഈസ് 1/4πε0 ഇൻ്റഗ്രൽ സിഗ്മ dA ബൈ ആർ, ആൻഡ് ഫോർ എ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 1/4πε0 ഇൻ്റഗ്രൽ ലാംഡ dl ആർ. ഇതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ചുമ്മാ എഴുതി വെച്ചേക്കണം, വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, വി ഗോട്ട്
ഇപ്പോൾ വിയെ നമുക്കൊരു യൂസ്ഫുൾ ക്വാണ്ടിറ്റി ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഉപയോഗിക്കാൻ പറ്റുന്ന രീതി കിട്ടി. എന്തിന്? ടു ഫൈൻഡ് ഇ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഗെറ്റ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ റോ തന്നിട്ടുണ്ടെങ്കിൽ റോയിൽ നിന്ന് നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ട, നേരെ പോയി ഇ കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. ഓക്കെ, എന്ത് ചെയ്യാം, ഇൻ്റർമീഡിയറ്റ് ആയിട്ട്, അതായത് റോയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം, വിയിലേക്ക് പോവാം, ദെൻ വിയിൽ നിന്ന് ഇയിലേക്ക് പോവാം. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഈ വി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വിയിൽ നിന്ന് ഇയിലേക്ക് പോകാനും വളരെ എളുപ്പമാണ് ഇവിടുന്ന് ഡയറക്റ്റ്ലി പോകുന്നതിനേക്കാൾ. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ്ലി പോകാൻ പറ്റും, അത് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ ഈ ഫൈനൈറ്റ് എല്ലിൻ്റെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു, അതൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയാണ്. ഓക്കെ, പിന്നെ 2 ചാർജ് പ്ലസ് ക്യൂ വെച്ചത്. ഓക്കെ, പിന്നെ ഡിസ്ക് കുറേ ഉണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ്, നമ്മളെല്ലാം ക്ലാസ് ചെയ്തില്ല, നിങ്ങൾക്കത് ഇതിനകത്തുണ്ട്. എക്സാമിന് വരില്ല, ഐ മീൻ ഗ്രിഫിത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം റോ വി ഇ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതെന്ത് ചെയ്യാം, ഈ കൺവേർഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പം അതായത് ഇപ്പോൾ ലൈൻ ചാർജ് ഇത് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ലൈൻ ചാർജിൻ്റെ കേസിൽ ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ഓക്കെ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടുപിടിച്ച ഇലക്ട്രിക് ഫീൽഡുകളെ എല്ലാം നിങ്ങൾ കുറച്ചധികം ഇലക്ട്രിക് ഫീൽഡുകൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ഏതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, -q + q ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാരണമുള്ള ഇവിടുത്തെ ഫീൽഡ്. +q ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാരണം ഇവിടുത്തെ ഫീൽഡ്. ദെൻ ഞാൻ ക്ലാസ്സിൽ ചെയ്ത് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ ഈ പോയിന്റിലെ ഫീൽഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഏതിലേക്ക് കൊണ്ടുവരാം, വി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. വി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റേ പോയി കിട്ടും. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത്, ഈ ഇൻ്റഗ്രേഷൻ നേരത്തെ അത്ര സിമ്പിൾ ആയിരിക്കില്ല, കുറച്ചുകൂടെ പാടുള്ള രീതിയിലായിരിക്കും ഇൻ്റഗ്രൽ പലപ്പോഴും വരാറ് എന്നേ ഉള്ളൂ. എനിവേ, അത് നമുക്ക് ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വെക്റ്റർ ഡയറക്ഷൻ എന്ന് ഉള്ള ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ 3 കമ്പോണൻറ്റിനെയാണ് സൈമൾട്ടേനിയസ്ലി ഡീൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒറ്റ കമ്പോണൻറ്റിൽ കാര്യം കഴിയും. അപ്പം ഇൻ്റഗ്രൽ -L to L λ dx √x² + z². ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി കിട്ടും. ആ കിട്ടുന്ന വി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആയിരിക്കും. അതിനെ എന്ത് ചെയ്യുക, E = -del v കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ -del v കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് എ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അന്ന് കിട്ടിയ അതേ ഇലക്ട്രിക് ഫീൽഡിലേക്ക് തന്നെ ആൻസർ പോകും. ഓക്കെ, അത് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിന്ന് ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ. അതിനു മുമ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. വളരെ രസമായിട്ട് ഗ്രിഫിത്തിൽ സമ്മപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, അതായത് നമ്മൾ പറയുന്നത് വി ആർ ഡീലിംഗ് 3 ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമുക്ക് 3 ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. വൺ ഈസ് റോ, ദെൻ വി, ദെൻ ഇ. ദീസ് ആർ ദ 3 ക്വാണ്ടിറ്റീസ് വി ഹാവ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക, അത് ഗ്രിഫിത്തിലെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ പഠിക്കാൻ ഉപയോഗിച്ച എല്ലാ കാര്യത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഓൺലി കൂളംസ് ലോ ആൻഡ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പം ഇത് രണ്ടും ആക്ച്വലി എക്സ്പെരിമെൻ്റലി കിട്ടിയ ലോസ് ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡെൽ ക്രോസും ഡെൽ ഡോട്ടും പോയ്സൺസ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷനും E.dl ഒക്കെ ഉണ്ടാക്കിയെടുത്തത് ആക്ച്വലി ഈ രണ്ട് സാധനം കൊണ്ടാണ്. അതുകൊണ്ടാണ് എസ്പെഷ്യലി എടുത്ത് പറയുന്നത്. ഇതും ഇലക്ട്രിക് ഫീൽഡും കൂടെ ഒക്കെ ആയപ്പോഴത്തേന് എന്ത് തീർന്നു, ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസ് എല്ലാം ആയി. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം അഡീഷണൽ ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ അഡീഷണൽ മാത്തമാറ്റിക്കൽ ടൂൾസിനെ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യാണ് ചെയ്തത് ഇത്രയും നേരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ആദ്യം so if rho is given, we can go to where we can go to
ഇ എങ്ങനെ പോവാം? റോ തന്നിട്ടുണ്ടെങ്കിൽ ഇയിലേക്ക് പോകാനുള്ള എക്സ്പ്രഷൻ അതെന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഞാൻ എഴുതിയ വൃത്തിയാവില്ല, അല്ലാണ്ട് തന്നെ എഴുതാം. സോ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻ്റഗ്രൽ റോ ഡീറ്റോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. ഓക്കെ, അപ്പം റോയിൽ നിന്ന് ഇയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പോവാം. ഇനി ഇ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിയിലേക്ക് എങ്ങനെ പോവാം? യു ക്യാൻ ഗോ ടു ഫ്രം ഇ ടു വി. ഹൗ? ഇറ്റ്സ് വെരി ഈസി. വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. നമ്മൾ ഇതുവരെ പറഞ്ഞതിനെ മൊത്തത്തിലൊന്ന് സമ്മപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ദെൻ വി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ റോയിലേക്ക് പോവാം എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഇഫ് വി ഈസ് ഗിവൺ we can go to E different manner. എങ്ങനെയാണ് നമുക്കറിയാം എങ്ങനെയായിരുന്നു? ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. അതിനകത്തൊന്ന് റോ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്ന എക്സ്പ്രഷൻ. ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു റോ ബൈ മൈനസ് റോ ബൈ എപ്സിലോൺ. ഈ ഇക്വേഷൻ ഒരിക്കലും നേരെ തിരിച്ച് എന്താണ് വി തന്നാൽ റോ കണ്ടുപിടിക്കാനാണ്, അല്ലാതെ റോ തന്നിട്ട് വി കണ്ടുപിടിക്കാനല്ല. റോ തന്നിട്ട് വി കണ്ടുപിടിക്കണമെങ്കിലുള്ള എക്സ്പ്രഷനാണ് കുറച്ച് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചുള്ള എക്സ്പ്രഷൻ എന്താണ്? റോ തന്നിട്ട് വി കിട്ടണം അല്ലേ? റോ തന്നിട്ട് വി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ദ എക്സ്പ്രഷൻ വി ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ എങ്ങനെ അകത്തെഴുതുമെന്ന് അറിയത്തില്ല, മൂന്ന് കളറിലെങ്ങാണ് വരച്ചോ, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, സോ എന്താണ്? വി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻ്റഗ്രൽ റോ ബൈ ആർ ഡീറ്റോ. ഓക്കെ, റോ ഡീറ്റോ. അപ്പം ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് വരാം. ഇനി വി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇയിലേക്ക് പോകാം? ഇറ്റ് ഈസ് വെരി ഈസി. എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഇവിടെ നിന്ന് വിയിൽ നിന്ന് ഇയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടിയുണ്ട്. എങ്ങനെ? ഇഫ് ഇ ഈസ് ഗിവൺ ദെൻ ഹൗ ക്യാൻ വി ഫൈൻഡ് റോ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണുള്ളത്? റോ കളർ. ഓക്കെ, 3 കളറിൽ വരച്ചത് ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ അതിനകത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഹിയർ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. റോ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ. ദറ്റ് ഈസ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഇതുവരെ പഠിച്ചതിനെ ഒന്ന് ബ്രീഫ് ആക്കിയാൽ വി ക്യാൻ ഡ്രോ ദിസ് ലൈൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, ഇത് ഗ്രിഫിത്തിലൊരു നല്ല ഫിഗറായിട്ട് കിടപ്പുണ്ട്. 2. എൻ്റെ നിങ്ങളുടെ ഇരിക്കുന്ന ബുക്കല്ല, എൻ്റെ 3rd എഡിഷനാണ്. അതിനകത്ത് 87 സമ്മറി. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ഓവറാൾ സമ്മറി ഇതുവരെ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കിനി ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പലതിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സർഫസ് ഒരു സ്ഫെറിക്കൽ സർഫസിൽ സ്ഫെറിക്കൽ ഷെല്ലിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടുന്ന് ഇവിടെ വരെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് കിട്ടി. ദെൻ അതിനുശേഷം ആഫ്റ്റർ ആർ ഇതെന്ത് കിട്ടി? ഒരു 1/r² ഡിപ്പെൻഡൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിത് എക്സാക്ട്ലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0, ദെൻ ഇങ്ങനെയാണ് പോയത്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ, അതായത് ഇൻസൈഡ് ചാർജ് ഉള്ളിടത്ത് കിട്ടിയ ഗ്രാഫ് തിങ്ക് ഇങ്ങനെ ആയിരുന്നു തോന്നുന്നു. ചിലപ്പോൾ എറർ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. സംതിങ് ലൈക്ക് ഇങ്ങനെ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, ആൻഡ് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് വരും. അപ്പോൾ എവിടെ നോക്കിയാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതെന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അറ്റ് ആറാണ് അല്ലേ? അതായത്
നമ്മളൊരു സർഫസ്, ഒരു പർട്ടിക്കുലർ സർഫസിലെത്താണ്, ഒരു സർഫസിൽ നിന്ന് വേറൊരു സർഫസിലേക്ക് ക്രോസ് ചെയ്യണം. ഓക്കെ, അപ്പം ഒരു സർഫസിൽ വെച്ചിട്ട്, ഓക്കെ, ഒരു ചാർജ് ഉള്ള ഒരു സർഫസിൽ വെച്ചിട്ട് നിങ്ങൾ അതിന് പുറത്തേക്ക് കടക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ടാവുന്നുണ്ട്? ദർ ഈസ് എ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അതായത് ഈ പോയിന്റിൽ ഒരു ഗ്രാഫ് ഡിസ്കണ്ടിന്യൂസ് ആവാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഡിസ്ക്രീറ്റ് ആയിട്ട് ഒരു വാല്യൂവിലേക്ക് പോവാണ്. അപ്പം ഈ ഡിസ്കണ്ടിന്യൂറ്റിയുടെ റീസൺ അല്ലെങ്കിൽ ഈ ചേഞ്ചിന് ഉള്ള റീസൺ അല്ല, ഈ ചേഞ്ച് എത്രയാണ്, ഈ ചേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇഫ് ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് കർവ് അതെങ്ങനെ പോയേനെ? ഇങ്ങനെ പോയേനെ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ ലെഫ്റ്റിലത്തെ പോയിന്റും റൈറ്റിലത്തെ പോയിന്റും വെരി ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആറിൻ്റെ റൈറ്റും ലെഫ്റ്റും ഈ പോയിന്റിന് അപ്പുറം ഇപ്പുറം എടുത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? 0 കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ആ ബൗണ്ടറിയിൽ വെച്ചിട്ട്, അതായത് ആ സർഫസ് ഡിവൈഡ് ചെയ്യുന്നിടത്ത് വെച്ചിട്ട് ഇതിന് ഈ ഗ്രാഫിനൊരു ഡിസ്ക്രീറ്റ് നേച്ചർ, ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു ഡിസ്ക്രീറ്റ് നേച്ചർ നമുക്ക് കിട്ടുകയാണ്. ആ ഡിസ്ക്രീറ്റ് നേച്ചർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് ബൗണ്ടറിയിൽ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, അതായത് ഒരു ബൗണ്ടറിയിൽ നിന്ന്, അത് ബൗണ്ടറി കണ്ടീഷൻ ഇനി അങ്ങോട്ട് പലയിടത്തും പഠിക്കാനുണ്ട്, മീഡിയം വരുമ്പോൾ പഠിക്കാനുണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിക്കാനുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം എനിവേ ഒരു സർഫസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് സംഭവിക്കുന്നു, ഓക്കെ, ഒരു സർഫസിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഡിസ്ക്രീറ്റ്നെസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് സർഫസിനകത്തും പുറത്തും തമ്മിലുള്ള ഫീൽഡിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സർഫസിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. സി വി ഹാവ് എ സർഫസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ലാർജ് സർഫസ്. അപ്പോൾ ഈ സർഫസിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു ഗോസിയൻ ബോക്സ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ ബോക്സിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ലൈക്ക് ടു ഡ്രോ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് അടിയിലാണ്. എനിക്ക് തോന്നുന്നു ആ റെക്ടാങ്കുലർ ബോക്സ് ആണ് ഗ്രിഫിത്തിൽ വരച്ചിരിക്കുന്നത്, പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി വരയ്ക്കാൻ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതായത് ഇത് ടോപ്പ് ബോട്ടം. ഓക്കെ, അപ്പം ഞാൻ ഇതേ സാധനത്തിൻ്റെ സൈഡ്, അപ്പോൾ ഇത് എൻ്റെ സർഫസാണ്. ഓക്കെ, ഈ കാണുന്നത് എൻ്റെ സർഫസാണ്. ഇതിനകത്തുനിന്ന് ക്രോസ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഈ സർഫസിൻ്റെ ഈ സർഫസിനെ ലെറ്റ് മീ കോൾ ഇറ്റ് എസ് എസിൻ്റെ താഴെയും മുകളിലും ഓരോ പോയിന്റ്സ് എനിക്ക് അസ്യൂം ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഫിയർ ഉണ്ടെങ്കിൽ ആ സ്ഫിയറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ബേസിക്കലി ഈ സാധനം ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇനി നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഫിഗറിനെ കുറച്ചൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഇതാണ് എൻ്റെ സർഫസ്, ആ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ബൗണ്ടറി ഓഫ് ദ സർഫസ്. ഓക്കെ, കാരണം ഇങ്ങനെ വരച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇമാജിൻ, അപ്പം ഇതിൻ്റെ സൈഡ് വ്യൂ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? ഐ വിൽ ഗെറ്റ് എ കർവ് സംതിങ് ലൈക്ക് ദിസ്. Say we have something like this. ഓക്കെ, ഇതാണ് എൻ്റെ ബൗണ്ടറി. ഓക്കെ, ഞാൻ ഇത്തിരി ഒന്ന് വലുതാക്കി വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഈ സർഫസിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സർഫസ് സ്ട്രെയിറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ സർഫസ് എങ്ങനെയാവാം? ഇങ്ങനൊരു, ഇപ്പോൾ ഈ കേസിൽ എന്താണ്, ഇതൊരു സ്ട്രെയിറ്റ് സർഫസ് ഒന്നുമല്ല, ഇതൊരു കർവ്ഡ് സർഫസ് ആണ്. പക്ഷേ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നു? എ എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ഗോസിയൻ പിൽ ബോക്സ് എന്നൊക്കെ പറയുന്നത്, ആ ഷേപ്പിന് ഗോസിയൻ പിൽ ബോക്സ് എന്ന് പറയും. യൂഷ്വലി ഗോസിയൻ പിൽ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ അതുപോലെ എന്തുണ്ട്? ഒരു ഏരിയ ഉണ്ട്. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് സോ ടൈനി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുക ആക്ച്വലി ഒരു കർവ്ഡ് സർഫസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ ഇവിടെ ഒരു ചെറിയ ഏരിയ എടുത്ത് ഗോസിയൻ പിൽ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ഫോർ ദാറ്റ് ലോക്കൽ റീജിയൺ ഇതെന്താണ്? ഫ്ലാറ്റാണ്. ഓക്കെ, ലോക്കലി അത് ഫ്ലാറ്റാണ്. അപ്പം ഇതിങ്ങനെ വരയ്ക്കുന്നത് തെറ്റില്ല. ഓക്കെ, അതായത് കർവ്ഡ് ആണെങ്കിൽ ഇതിങ്ങനെ വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ എയെ ചെറുതാക്കിയാൽ മതിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇതൊരു ചാർജാണ് സിഗ്മ. ഇതിനകത്ത് എന്തുണ്ട്? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സിഗ്മ. അന്നേരം അത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്
കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെഴുതാം, ടോട്ടൽ നമ്മൾ ഗോസസിൽ അപ്ലൈ ചെയ്യാണ്. അതായത് ഇവിടെ ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ദാറ്റ് ഈസ് ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ക്യൂ എൻക്ലോസ്ഡ്. അതെനിക്ക് എഴുതാം. ഓക്കെ, ക്യൂ എൻക്ലോസ്ഡ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദാറ്റ് ഈസ് സിഗ്മ ഇൻറ്റു എ. ഇവിടെ എന്താവും, ഈ ഇനി പുറത്ത് വന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ചാർജഡ് കേസിൽ ചെയ്ത പോലെ ഉള്ളൂ. ദാറ്റ് ഈസ് ഇ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് സിഗ്മ എന്ന് കിട്ടും. ഓക്കെ, ഓർ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 എന്ന് കിട്ടി. ഓക്കെ, ഇതാണല്ലോ എനിക്ക് കിട്ടുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മളിനി ഒരു കാര്യം അസ്യൂം ചെയ്യുന്നു. ഈ ഗോസിയൻ പിൽ ബോക്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു എന്നാണല്ലോ എനിക്കറിയേണ്ടത്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിന് ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്താ കാരണം, അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആവാം, ഇങ്ങനെയൊക്കെ ആവാം. പക്ഷേ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം, വി ക്യാൻ അസ്യൂം ദാറ്റ് അതായത് അതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആവാം, ഇവിടെ ഇങ്ങനെ ആവാം. ഓക്കെ, ഡയറക്ഷൻ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുകയാണ്, പെർപെൻഡിക്കുലർ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ദാറ്റ് ഈസ് ഇ ബിലോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ദാറ്റ് ഈസ് ഇ എബോ. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ, നമുക്കൊന്നുകൂടെ പറയാം. അപ്പം നമ്മൾ എന്താണ് ചെയ്തത്, ജസ്റ്റ് ഒരു ഓക്കെ ഇതും കൂടെ കളഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ പറയാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗോസിയൻ പിൽ ബോക്സ് കൺസിഡർ ചെയ്യുന്നു ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. ദെൻ എന്ത് ചെയ്യുന്നു, അതിന് അതായത് ഈ സർഫസ്, ഇതാണ് നമ്മുടെ സർഫസ്. ആ ബൗണ്ടറി സർഫസിന് മുകളിലും താഴെയും എന്തുണ്ട്, വേറെ കുറച്ച് 2 ഇലക്ട്രിക് ഫീൽഡുകളാണ് ഉള്ളത്. അത് നമുക്ക് അല്ലെങ്കിലും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പ്ലോട്ട് ചെയ്യുമ്പോഴും എന്താണ്, ആ ബൗണ്ടറിയിൽ വെച്ചിട്ട് അതിന് വേരിയേഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഡിഫറൻ്റ് ആണെന്നാണ്. അത് മേ ബി ഇൻ മാഗ്നിറ്റ്യൂഡ്, മേ ബി ഇൻ ഡയറക്ഷൻ, നമുക്കതറിയില്ല. നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നു, താഴെ ഒരു ഇലക്ട്രിക് ഫീൽഡുണ്ട്, മേളിലൊരു ഇലക്ട്രിക് ഫീൽഡുണ്ട്. അപ്പം ഇത് ക്രോസ് ചെയ്യുമ്പം എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ, ഈ എബൗവിനെ തന്നെ, ഓക്കെ, ഞാൻ ഈ എബൗവിനെ ഒരു സൈഡിലേക്ക് മാറ്റി വരയ്ക്കുകയാണ്. നമുക്ക് ഈ എബൗവ് എന്ന് പറയുന്നതിനെ 2 കമ്പോണൻസ് ആക്കി മാറ്റാം. ഒരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, ഓർ വി കോൾ ഇറ്റ് ആസ് ഇ പാരലൽ. ഓക്കെ, ഒരു പാരലൽ കമ്പോണൻറ്റ് എബൗവ് ആൻഡ് ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ഇ പെർപെൻഡിക്കുലർ എബൗവ്. ഗ്രിഫിത്തിലെ നൊട്ടേഷനാണ്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എബോവിനെ എന്താക്കി മാറ്റി, 2 കമ്പോണൻ്റ് ആക്കി മാറ്റി. അപ്പോൾ 2 കമ്പോണൻ്റ് ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടുത്തത്. ചിലപ്പോൾ ഈ പാരലോ ഈ എബോവ് ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ആബ്സെൻ്റ് ആയിരിക്കും, അതൊന്നും നമുക്കറിയില്ല. എനിവേ ജനറലി എന്ത് ചെയ്യാം, മേളിലൊരു ഒരു വെക്ടർ ഉണ്ടെങ്കിൽ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിനെ 2 കമ്പോണൻസ് ആക്കി ഞാൻ മാറ്റി. ഓക്കെ, ഒരു പാരലൽ കമ്പോണൻറ്റും ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. അതേപോലെ തന്നെ താഴെ വരുമ്പോഴും എനിക്ക് എന്ത് ചെയ്യാം, I can consider as E below has a parallel, okay, that is something like this, and E perpendicular എന്ന് പറയുന്നത് എന്താണ്, ബിലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 കമ്പോണൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ടൻ്റാണ് ഈ ബിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്ടറായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സമ്മായിരിക്കും, ഇതിൻ്റെ കൂടെ വെക്ടർ സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി നിങ്ങൾ ചെയ്യുന്നത്, നമുക്കിതിൻ്റെ ഗോസസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ട്, 2 തരം കമ്പോണൻറ്റുകളുണ്ട്. എങ്ങനെ, അതായത് പാരലൽ കമ്പോണൻ്റ് ഉണ്ട്, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഉണ്ട്. അതുകൊണ്ട് സിംപിളി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റിൻ്റെ കേസിലാണ്. അതിനകത്തൊരു അത് പറഞ്ഞത് ആക്ച്വലി എററാണ്. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ
ഏരിയ സർഫസ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഫിയറിൻ്റെ സർഫസ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് സർഫസ്. അവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് ആണെന്നും ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇങ്ങനെ മാത്രമേ ഉള്ളൂ, നോർമലായിട്ട് മാത്രമേ ഉള്ളൂ എന്നൊന്നും അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിന് ഞാൻ വേറൊരു ട്രിക്ക് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഐ അസ്യൂം ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദിസ് സിലിണ്ടർ, ഓക്കെ, ലെറ്റ് മീ എപ്സിലോൺ, ഓക്കെ, ഓർ സ്മോൾ ഇ, അല്ലെങ്കിൽ നമുക്ക് എച്ച് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, ഈ എച്ച് ആണ് എന്ത്, ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 0 എന്ന് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഹൈറ്റ് ഇല്ലാത്ത അല്ലെ ഹൈറ്റ് വളരെ ടൈനി ആയിട്ടുള്ള എന്താണ് h ടെൻസ് ടു 0 ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത് എന്ത് ചെയ്യാണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, സർഫസിൻ്റെ ബിലോയിൽ നിന്ന് എബൌവിലേക്ക് എത്തുമ്പോഴുള്ള ചേഞ്ച്, അല്ലെങ്കിൽ എക്സാക്ട്ലി ആ സർഫസിലുള്ള വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് എന്ന് പറയുന്ന ആളുടെ തിക്നെസ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള പോയിന്റ് എന്ന് പറയുമ്പം എക്സാക്ട്ലി ആ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 0 ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എങ്കിലേ ആ ചേഞ്ച് എനിക്ക് കിട്ടുള്ളൂ. നമുക്ക് ഒരു ഫൈനൈറ്റ് ഹൈറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൗണ്ടറിയിലെ വേരിയേഷൻ അല്ല, ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴുള്ള വേരിയേഷൻ. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ബൗണ്ടറിയിലെ വേരിയേഷനാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, h ടെൻസ് ടു 0 എന്ന് എടുക്കുന്നു. അപ്പോൾ h ടെൻസ് ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെത്ര സർഫസ് ഉണ്ട്, 1 2 3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ഇ ഡോട്ട് ഡി എ എന്നിങ്ങനെ എഴുതിയത് ഫസ്റ്റ് സർഫസ് പ്ലസ് ഇൻ്റഗ്രൽ 2 ഇ ഡോട്ട് ഡി എ പ്ലസ് ഇൻ്റഗ്രൽ 3 ഇ ഡോട്ട് ഡി എ എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 സർഫസിലും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ 3 സർഫസിലും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങളൊരു ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണേ, ഇ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ വെക്ടർ അല്ലേ, ദെൻ വൈ ഇറ്റ് ഹാസ് ഓൺലി 2 കമ്പോണൻറ്റ്സ്? ഇങ്ങനൊരു ഡൗട്ട് തോന്നേണ്ടതല്ലേ നമുക്ക്. അതായത് ഇ എന്ന് പറയുന്ന ആൾക്ക് ആക്ച്വലി എത്ര കമ്പോണൻറ്റ്സ് വരാം, 3 കമ്പോണൻറ്റ്സ് വരണം, ഉണ്ട് ഉറപ്പായിട്ടും. ഒരു യൂഷ്വൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇറ്റ് ഹാസ് 3 കമ്പോണൻറ്റ്സ്. അതിന് ജനറൽ എടുക്കുമ്പോൾ 3 കമ്പോണൻറ്റ്, എന്നിട്ട് പിന്നെ ആകെ 2 കമ്പോണൻറ്റ് എഴുതി വെച്ചത് ശരിയാണോ? ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാരലൽ എന്ന് പറയുന്ന സാധനം ഈ സർഫസിന് പാരലായിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള കമ്പോണൻ്റ് ആണ്. പക്ഷേ ഈ പാരലൽ എന്ന് പറയുന്ന ആൾ എന്താണ്, അപ്പം ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആ കൺഫ്യൂഷൻ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവട്ടെ. ഓക്കെ, എനിവേ ഇത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, ദിസ് ഈസ് ദ ഈ പെർപെൻഡിക്കുലർ, നോ പ്രോബ്ലം. പക്ഷേ ഈ പാരലൽ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്, ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്, എങ്ങോട്ട് വേണേലും വരയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ എന്തെന്ന് വിളിച്ചത്, ഈ പാരലൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ പാരലിനകത്ത് ആക്ച്വലി ബാക്കി 2 ആക്സിസും കൂടി ഇൻക്ലൂഡഡ് ആണ്, അല്ലാതെ ഇലക്ട്രിക് ഫീൽഡിനെ ഇവിടെ ഞാൻ 2 ഡയമെൻഷണൽ വെക്ടറായിട്ട് എടുത്തിരിക്കുക അല്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി ഇ ഡോട്ട് ഡി എ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സർഫസിൻ്റെ കേസിൽ എന്ത് വരും, ഇ ഡോട്ട് ഡി എ. അപ്പോൾ ഡോട്ട് ഡി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡി എയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നേരെ മേളിലോട്ടാണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതിന് പാരലായിട്ടുള്ള കമ്പോണൻ്റ് ആരാണ്, ഈ പെർപെൻഡിക്കുലർ എബവ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ പെർപെൻഡിക്കുലർ എബവ്, സോറി, ഈ പെർപെൻഡിക്കുലർ എബവ് ഡോട്ട് ഡി എ അല്ലേ. ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ എന്ത് വരും, മേളിലത്തെ ഏരിയ. ഓക്കെ, എന്ന് വെച്ചാൽ 2 പാരലാണല്ലോ, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. അടുത്ത രണ്ടാമത്തെ കർവ്ഡ് സർഫസിൽ എന്ത് വരും, ഈ പാരലൽ ഡോട്ട്, ഞാൻ അതിനെ തൽക്കാലം ഡി എന്ന് എഴുതുന്നുള്ളൂ, അതെന്തുകൊണ്ടാണ്, ഇൻ്റഗ്രൽ ഡി എന്ന് തൽക്കാലം കിടന്നോട്ടെ, നമുക്കതിനെ മാറ്റാം. ഓക്കെ, അതിനകത്തൊരു റീസൺ ഉണ്ട്. അടുത്തത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ എങ്ങോട്ടാണ്, മേളിലോട്ടാണ്. നമ്മുടെ സർഫസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, താഴോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും, കോസ് 180 വരും. ദാറ്റ് മീൻസ് ഒരു മൈനസ് വരും. എന്ന് വെച്ചാൽ എന്താണ് കാരണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇ ഡോട്ട് ഡി എ ആണ്. ഓക്കെ, ഈ അപ്വേർഡ് വെക്ടറും ഡി എ ഡൗൺവേർഡ് വെക്ടറുമാണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം ഒരു മൈനസ് സൈൻ വരും. സോ മൈനസ്, ഓക്കെ, സോ മൈനസ് എന്ത് വരും, ഈ പെർപെൻഡിക്കുലർ ഡോട്ട് ഡി എന്ന് പറയുന്നത് എ ആയിട്ട് മാറും. ഇനി നമ്മൾ വേറൊരു അസംഷൻ എടുത്തായിരുന്നു, എന്ത്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താവണം,
ടെൻസ് ടു 0 എന്നാവണം. എങ്കിൽ മാത്രമേ എനിക്ക് എക്സാക്ട്ലി ആ സർഫസിലുണ്ടാവുന്ന ചേഞ്ച്, സർഫസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുമ്പോഴുള്ള ചേഞ്ച് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സർഫസ് ഏരിയ, ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഓൾസോ 0. അതും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ആകെ എന്ത് റിമൈൻഡ് ചെയ്യുന്നുള്ളൂ? ദാറ്റ് ഈസ് ഈ പെർപെൻഡിക്കുലർ എബവ് ഇൻറ്റു എ, ഈ പെർപെൻഡിക്കുലർ എബവ് ഇൻറ്റു എ മൈനസ് ഈ പെർപെൻഡിക്കുലർ, ഞാൻ നേരെ ഈ പെർപെൻഡിക്കുലർ മേളിൽ എഴുതണേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ പാരലൽ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ടൈം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടുത്തെ ഈ പാരലൽ എന്ന് പറഞ്ഞാൽ 2 കോൺട്രിബ്യൂഷൻ വരും. 2 കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ DA 0 ആയതുകൊണ്ട് അതൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ പാരലൽ എന്ന് പറയുന്നത് അപ്പർ എബോവും വരും ബിലോവും വരും. ഓക്കെ, അത് രണ്ടും ഞാൻ നോട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ 0 ആവുന്നതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ E.DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഓഫ് ദ ബിലോ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഈ പെർപെൻഡിക്കുലർ ബിലോ ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈ പെർപെൻഡിക്കുലർ ബിലോ ഇൻറ്റു എ. സോ ദിസ് ഈസ് ദ ടോട്ടൽ E.DA വി ഹാവ് കാൽക്കുലേറ്റഡ് ഇൻ ജനറൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെന്ന് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ജസ്റ്റ് സിമ്പിളി ഗോസസിൽ അപ്ലൈ ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഓക്കെ, ഇങ്ങനെ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഗോസസിൽ അപ്ലൈ ആണ്. അങ്ങനെ ഗോസസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഇൻ്റഗ്രൽ E.DA ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് QN ക്ലോസ്ഡ് എന്ന് എഴുതാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് സർഫസിനോട് വളരെ അടുത്തൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ പോട്ടെ, ഇതിനി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എന്താണ്? LHS കാൽക്കുലേറ്റ് ചെയ്തു. LHS എന്താണ്? നമ്മുടെ ഗോസസ് ലോയുടെ LHS എന്നാണ്. ഗോസസ് ലോ എന്താണ്? E.DA ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് Q എന്നാണ്. ഓക്കെ, QN ക്ലോസ്ഡ് എന്നാണല്ലോ നമ്മുടെ ഗോസസ് ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ LHS കാൽക്കുലേറ്റ് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഈ പെർപെൻഡിക്കുലർ എബവ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ ഇൻറ്റു എ എന്നെനിക്ക് കിട്ടി. ഓക്കെ, സോ ഇനി എനിക്ക് എന്ത് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഗോസസ് ലോയുടെ റൈറ്റ് സൈഡ് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് QN ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാണ്. എന്താണ് എനിക്ക് ഗോസസ് ലോയുടെ LHS കിട്ടിയത്? ഈ പെർപെൻഡിക്കുലർ എബവ് മൈനസ് ഈ perpendicular below into A is equal to 1/ε0 times what is the charge enclosed? സിഗ്മ ആണ് ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ ഇത് ഏരിയ എയും ആയിരിക്കും. അപ്പോൾ സിഗ്മ ഇൻറ്റു എ എന്നെനിക്ക് കിട്ടും. ഇവിടെ ഒരു എ ഉണ്ടായിരുന്നു. ദിസ് എ ആൻഡ് എ ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ എബവ് പെർപെൻഡിക്കുലർ മൈനസ് ഈ ബിലോ പെർപെൻഡിക്കുലർ is equal to 1/ε0 ടൈംസ് സിഗ്മ എന്നെനിക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദർ വിൽ ബി എ ചേഞ്ച്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച്? ദിസ് ഈസ് ബൈ സിഗ്മ/ε0. അതായത് സർഫസിന് എബോവ് എത്ര ഉണ്ടെന്ന് നോക്കുക, ബിലോ എത്ര ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 1/ε0 ടൈംസ് സിഗ്മ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയത്. ഇതേപോലെ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഏതാണ്? പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. അതായത്
രണ്ടെണ്ണവും നമുക്ക് പറയണം. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, ഹൗ പെർപെൻഡിക്കുലർ കമ്പോണൻസ് വേരി ഓവർ എ സർഫസ് ഓർ വെൻ വി പാസ് ത്രൂ എ സർഫസ് എന്നുള്ളതാണ്. ഇനി ഇതേപോലെ നമുക്ക് എന്തും കൂടെ പറയണം, വാട്ട് ഈസ് ദ വേരിയേഷൻ ഇൻ ദ പാരലൽ കമ്പോണൻറ്റ്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുമോ, അത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുമോ, എവിടെയെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? അത് ഉണ്ടോ? പെർപെൻഡിക്കുലർ മൈനസ് ഇ ബിലോ പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, അതായത് എത്രയായിരുന്നു ഇവിടെ കിട്ടുന്നത്, സിഗ്മ ബൈ 2ε0 എന്നാണ് അലോങ് ദിസ് ഡയറക്ഷൻ. ഇവിടെ കിട്ടുന്നത് എന്താണ്, സിഗ്മ ബൈ 2ε0 അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ സർഫസിനിടയ്ക്കുള്ള വ്യത്യാസം എന്താണ്, ഇത് രണ്ടും പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2ε0 മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് അതുകൂടെ കൊടുക്കുക, മൈനസ് സിഗ്മ ബൈ 2ε0 വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 എന്ന് കിട്ടും. ആ സർഫസിൽ വരുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിഗ്മ ബൈ ε0 ആയിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിലും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതവിടെ ആയിരിക്കട്ടെ. ഇനി നമുക്ക് പാരലൽ കമ്പോണൻസിന് എന്തും കൂടെ പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ പാരലൽ കമ്പോണൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർഫസ് എടുക്കുന്നു, ലെറ്റ് ദെയർ ബി എ സർഫസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, എന്നിട്ട് ആ സർഫസിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് എടുക്കുകയാണ്. അപ്പം ഈ ലൂപ്പിൻ്റെ പകുതി മുകളിലും പകുതി താഴെയാണ്. ഓക്കെ, അതായത് സൈഡിൽ നിന്ന് നോക്കിയാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കും, അതായത് പകുതി മുകളിലും പകുതി താഴെയായിട്ടുള്ള ഇതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ സർഫസ്, ഇറ്റ് ഈസ് എ ലൂപ്പ്. ഓക്കെ, ഇങ്ങനൊരു കാരണം എന്താ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത് എന്താണ്, ആക്ച്വലി ഇ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടുന്നത് ഇതല്ലേ വേണ്ടുന്നത്, എന്ത്, ഒരു ലൂപ്പല്ലേ വേണ്ടുന്നത്, എലോങ് എ ലൈൻ അല്ലേ, ക്ലോസ്ഡ് ഷേപ്പാണ് വേണ്ടുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷേ നമ്മൾ ഈ സർഫസിൻ്റെ ലോക്കലി നോക്കുമ്പോൾ ഇതിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർഫസിനടുത്തുള്ള പാരലൽ കമ്പോണൻസിൻ്റെ വേരിയേഷനാണ് അറിയേണ്ടത്. അതായത് ഇവിടെ ഒരു പാരലൽ കമ്പോണൻ്റ് ഉണ്ട്, നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഈ പാരലെന്നും ഇത് ഇവിടെ ഇതിൻ്റെ ഈ പാരൽ രണ്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ ലൂപ്പ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഓക്കെ, ഇങ്ങനെ ഒരു ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ലൂപ്പിൻ്റെ ഹൈറ്റ് കൂടിയാൽ എന്ന് വെച്ചാൽ ഇഫ് ദ ലൂപ്പ് ഈസ് സംതിങ് ലൈക്ക് ദിസ്, ഇവിടുത്തെയും പാരലൽ തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇത് വളരെ അകന്നു പോകും. നമുക്ക് കണ്ടുപിടിക്കുന്ന എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർഫസിനോട് അടുത്തുള്ള ഇതാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി എന്തായിരിക്കണം, 10:0 എന്നായിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടൈനി, അത് 10:0 എന്ന് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കിതങ്ങ് 0 ആക്കാൻ വേണ്ടി എടുക്കുന്നതല്ല. ഓക്കെ, ഡെറിവേഷൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. ആക്ച്വലി എങ്കിൽ മാത്രമേ സർഫസിനോടടുത്തുള്ള വേരിയേഷൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സർഫസിനോട് അകന്നു പോയി കഴിഞ്ഞാൽ സർഫസിലെ വേരിയേഷൻ അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സർഫസിലെ വേരിയേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്തായാലും പറ്റൂ, ദിസ് ക്വാണ്ടിറ്റി നമ്മൾ ഗ്രിഫിത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന എപ്സിലോൺ എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് 10:0 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പോട്ടെ, നമുക്കത് ഇത് നമ്മുടെ പെർമിറ്റിവിറ്റിയും കൂടെ ഒന്ന് മാറണ്ട. സോ ബി 10:0 വെരി ബ്രെഡ്ത്ത് വളരെ ചെറുതായിട്ടുള്ള 10:0 ആയിട്ടുള്ള ഒരു ഇതെടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സർഫസിൽ നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ ഇതിനെ ഇത്രയും ഒന്ന് വലുതായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, വലുതായിട്ട് വരയ്ക്കുമ്പോഴും മനസ്സിലെന്ത് വേണം, ദിസ് ഹൈറ്റ് ഈസ് ഓക്കെ, ദിസ് ബി എന്ന് പറയുന്നത് 10:0 ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഇ ഡോട്ട് ഡി എൽ എടുക്കാൻ പോകുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഈസ് മൈ ഡയറക്ഷൻ ഓഫ് ദ ലൂപ്പ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ട്, രണ്ട് കമ്പോണൻസ് ഉണ്ട്. ദിസ് ഈസ് ഇ
എബവ്, ഈ എബവിന് ഞാൻ ഇ എ മാത്രമേ ഇടുന്നുള്ളൂ. ഇ എ പെർപെൻഡിക്കുലർ, ദിസ് ഈസ് ഇ എ പാരലൽ. അതേപോലെ ഇവിടെ എന്തുണ്ട്? ഇ എ പെർപെൻഡിക്കുലർ ആൻഡ് ഇ എ പാരലൽ. സോറി, ഇ എ അല്ല, ഇവിടെ വരുമ്പോൾ ഇ ബി ആവും, കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ബിലോ. ഓക്കെ, ഇ ബി പാരലൽ, രണ്ട് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം എബോവ് നോക്കാം. അപ്പം നമുക്കറിയാം സർഫസ് ഇത് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡ് എന്തോ ആണ്? 0 ആണ്. ഇതെവിടെ നിന്ന് 0 എന്ന് കിട്ടിയതാ? ഇത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഇങ്ങനെയാണ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനകത്തു നിന്നൊക്കെ നമുക്കിത് എഴുതാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുന്ന സാധനമാണ്, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം സോ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു പാത്ത് 1, പാത്തിൻ്റെ പാർട്ട് 1 സേ 2, 3 and 4. അപ്പം ഇതെന്താവും? ഇൻറ്റഗ്രൽ 1 പ്ലസ് ഇവിടെ അതിനകത്തെല്ലാം ഒരു ഡി എൽ ഒക്കെ ഉണ്ട്, ഞാനെല്ലാം എഴുതുന്നില്ല. 2 + 3 + 4. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 2 പേരെ 0 ആക്കാം. എന്തുകൊണ്ട്? അല്ല, വേണ്ട, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് 0 ആക്കുന്നതായിരിക്കും നല്ലത്, എങ്ങനെ എടുക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് പാത്ത് നമുക്ക് നോക്കാം. ഇൻറ്റഗ്രൽ ഇവിടുത്തെ ഇ. ഓക്കെ, അപ്പം ഇവിടെ 2 ഇ ഉണ്ട്. എന്താണ്? ഈ പാരലും ഉണ്ട്, ഈ പെർപെൻഡിക്കുലറും ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇ ഡോട്ട് ഡി എൽ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇ ഡോട്ട് ഡി എൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡി എൽ എങ്ങോട്ടാണ് എടുക്കുന്നത്? ഈ ഡയറക്ഷനിലാണ് എടുക്കുന്നത്. ലെറ്റ് ഇറ്റ് ലെങ്ത് ബി എൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എൽ ഡോട്ട് ഇ എന്നെടുക്കും. പക്ഷേ ഏത് കമ്പോണൻറ്റ് മാത്രമേ, പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എന്ത് ചെയ്യും? ഡോട്ട് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഓക്കെ, പാരൽ കമ്പോണൻറ്റ് മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ എന്ത് വരും? ദിസ് ഈസ് ഇ പാരലൽ, സോറി, ഈ എബവിൻ്റെ പാരലൽ കമ്പോണൻറ്റ് ഇൻറ്റു ഡി എൽ എന്ന് വരും. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ചെയ്യുന്ന സമയത്ത് താഴേക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പകുതിക്ക് മുകളിലേക്ക് എന്തുണ്ട്? ഒരു ഇ പെർപെൻഡിക്കുലർ ഉണ്ട്, ഇവിടെ ഒരു ഇ പെർപെൻഡിക്കുലർ ഉണ്ട്. അതിൻ്റെ ഡോട്ട് എടുക്കണം. അങ്ങനെ 2 പാർട്ടായിട്ട് ഇതിനെ എടുത്തിട്ട് ഡോട്ടൊക്കെ എടുത്ത് ചെയ്യണം എന്നാണ് ആക്ച്വലി. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഇതിൻ്റെ ഹൈറ്റ് സർഫസിലെ കാൽക്കുലേറ്റ് ചെയ്യാനായതുകൊണ്ട് ഇവിടുത്തെ ഡി എൽ എന്ന് പറയുന്ന ആ ലൈൻ ഇൻറ്റഗ്രലിൽ വരുന്ന ഇ ഡോട്ട് ഡി എല്ലിൻ്റെ ഈ ഡി എൽ എന്താണ്? അല്ലെങ്കിൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഇതിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ട് മാറും അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ സം ഇ ഡാഷ് എന്ന് വെറുതെ എഴുതുന്നു. ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒറ്റ ഇ അല്ല, എബോവ് ഇ ഉണ്ട്, ബിലോ ഇ ഉണ്ട്. 2 പാർട്ടായിട്ടൊക്കെ ചെയ്യേണ്ട സാധനമാണ്. പക്ഷേ എനിക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്താണ്? ഇ ഡോട്ട് നമ്മുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0 ആയി പോയിക്കോളും. ഓക്കെ, സോ അത് നമ്മൾ എഴുതണ്ട. ഇത് നിങ്ങൾ അങ്ങനെ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് ഇത്ര വിശാലമായിട്ട് എഴുതണ്ട. ഈ 2ഉം 4ഉം 0 ആവുമെന്ന് പറഞ്ഞാൽ മതി, ബിക്കോസ് ദ ബ്രെഡ്ത്ത് ഈസ് 0. ഓക്കെ, നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പ്ലസ് ഇൻറ്റഗ്രൽ ഈ താഴത്തെ നോക്കാം. ഈ താഴെ നമ്മുടെ ഇ ബി പാരലുണ്ട് അല്ലേ? ഇ ബി പാരൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. പക്ഷേ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഡി എൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. സോ ദർ വിൽ ബി, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ദറ്റ് ഈസ് മൈനസ് ഇ ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ എബവ് പാരലൽ, ഈ എബവ് പാരലൽ ഇൻറ്റഗ്രൽ ഡി എൽ എന്താവും? എൽ ആവും, മൈനസ് ഈ ബിലോ പാരലൽ ഇൻറ്റു എന്താണ്? എൽ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ആർ എച്ച് എസ് എന്താണ്? ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ലെഫ്റ്റ് എന്താണ്? ഇ ഡോട്ട് ഡി എൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രലാണ് വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇ എ പാരലൽ മൈനസ് ഇ ബി പാരലൽ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ വേറൊരു തരത്തിൽ എഴുതിയാൽ ഇ എ പാരലൽ ഈസ് ഈക്വൽ ടു ഇ ബി പാരലൽ. അതായത് പാരലൽ കമ്പോണൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ദ സെയിം. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സർഫസിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർഫസിന് അപ്പുറത്തും ഇപ്പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ 2 ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ് സർഫസിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെ വരുന്ന സമയത്ത് 2ൻ്റെയും പാരലൽ കമ്പോണൻ്റ് അതേപോലെ നിൽക്കുകയും പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൽ എന്ത് ചെയ്യുകയും ചെയ്യും? വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. ആ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. പക്ഷേ ഇനി വേറൊരു കാര്യം കൂടി ചിന്തിക്കുക. വാട്ട് ഇഫ് ദിസ് സിഗ്മ ഈസ് 0 എന്ന് പറഞ്ഞാൽ എനിക്കൊരു സർഫസ് ഉണ്ട്, പക്ഷേ ആ സർഫസിന് അത് ചാർജ് ഇല്ല എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ചാർജ് ഇല്ലാത്തൊരു, ചാർജ് ഫ്രീ ആയിട്ടുള്ളൊരു സർഫസ് ആണെന്ന് വിചാരിക്കാം, ന്യൂട്രൽ സർഫസ് ആണെന്ന് വിചാരിക്കാം, സിംപ്ലി ന്യൂട്രൽ സർഫസ് എന്ന് വിളിക്കാം.
അപ്പോൾ ന്യൂട്രൽ സർഫസ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താ, ഇത് 0 ആവും. അപ്പം അങ്ങനെ ഒരു ഫീൽഡിലൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ വെച്ച് ഇതിന് എന്തുണ്ടാവില്ല, ഒരു വേരിയേഷൻ ഉണ്ടാവില്ല. ദേ വിൽ ബി ദ സെയിം. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും പാരലൽ കമ്പോണൻറ്റും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ്, ആകെ ഉണ്ടാകുന്ന വ്യത്യാസം, ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് E is discontinuous by an amount sigma by epsilon 0 at any boundary. And if there is no surface charge, surface charge, E perpendicular is continuous. Okay, then അടുത്തത് ഈ പാരലിൻ്റെ കേസിൽ എനിക്ക് എന്താണ് മനസ്സിലായത്, ഈ പാരലൽ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. ഈ പാരലൽ എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ.